ഡോക്ടർ വർഗീസ് ജോർജ് കഴിഞ്ഞ ദിവസം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആ, ജാഗ്രതക്കുറവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ട വിഷയത്തിലും ഉണ്ടായി എന്ന് പറയുന്നു. നേരത്തെ പിണറായി വിജയൻ ദലാൽ നന്ദകുമാറുമായിട്ടുള്ള ഇടപാടിൽ ജാഗ്രതക്കുറവുണ്ടായി എന്ന് പറഞ്ഞു. മാത്രമല്ല കൺവീനർ സ്ഥാനത്ത് ഇ പി ജയരാജൻ തുടരണമോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ അക്കാര്യത്തിൽ സി പി എം തീരുമാനമെടുക്കട്ടെ എന്നാണ്. സി പി എം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കേണ്ടതില്ല എന്നാണ് ആ തീരുമാനം. ഇത് സ്വീകാര്യമാണോ എൽ ഡി എഫ് ഘടകകക്ഷികൾക്ക്? നികേഷ്, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറയാനുള്ള മോറൽ കൺവിക്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ എൽ ഡി എഫ് സ്റ്റേറ്റ് കമ്മിറ്റിയിലെ അംഗമാണ്. അതേസമയം തന്നെ ആർ ജെ ഡിയുടെ സെക്രട്ടറി ജനറൽ എന്നുള്ള നിലയിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ഒന്ന് സഖാവ് ഇ പി ജയരാജൻ ഒരു ഫൈൻ ഹ്യൂമൻ പേഴ്സണാണ്. ഞങ്ങളോടെല്ലാം വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. പക്ഷേ ഈ ഇലക്ഷൻ്റെ തുടക്കത്തിൽ അദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങളെ വളരെ അസ്വസ്ഥമാക്കിയിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഇലക്ഷനിലെ പ്രധാനപ്പെട്ട മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ്. ബി ജെ പി മികച്ച സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. ഇത് വസ്തുതാവിരുദ്ധമാണ്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് എൽ ഡി എഫിന് കിട്ടിയ 45% വോട്ട്, യു ഡി എഫിന് കിട്ടിയത് 39% വോട്ട്, ബി ജെ പിക്ക് ബി ഡി ജെ എസുമായി ചേർന്ന് കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് 14% വോട്ടും പിന്നീടത് കുറഞ്ഞ് 10% വോട്ടും. അങ്ങനെ ശക്തമായ രണ്ട് മുന്നണികൾ നിൽക്കുമ്പോൾ കേരളത്തിൽ എൽ ഡി എഫും ബി ജെ പിയുമായി ആണ് മത്സരം എന്ന് പറഞ്ഞത് ഞങ്ങളെല്ലാവരെയും അമ്പരപ്പിച്ചു. അടുത്ത എൽ ഡി എഫ് യോഗത്തിൽ അത് ഞാൻ ഉന്നയിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നത്തെ സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി, സി പി എം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഹെജിമണിയുള്ള പാർട്ടിയാണ്. അവരുടെ വിശദത്തെ നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. അവരുടെ ഒരു കൺസിഡേർഡ് ഒപ്പീനിയനാണ് ഇന്ന് പറഞ്ഞത്. പക്ഷേ അവർ പറഞ്ഞത് മിസ്റ്റർ നന്ദകുമാറുമായിട്ട് ഇനി ബന്ധം പാടില്ല. പക്ഷെ അതോടൊപ്പം അവർ പറയണമായിരുന്നു, ഒരു കാരണവശാലും പ്രത്യേകിച്ച് മധ്യസ്ഥന്മാരുടെയോ അല്ലാതെയോ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ബി ജെ പിയുടെ ലീഡേഴ്സിനെ എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല എന്ന് ശക്തമായിട്ടൊന്ന് പറയണമായിരുന്നു, അസേർട്ട് ചെയ്യണമായിരുന്നു. അതൊരു വലിയ മെസ്സേജ് ആയിരിക്കും താഴത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടോ, കുഴപ്പമില്ല. ആ നിലയിൽ അതിനെ വളരെ ലഘുവായി ചിത്രീകരിച്ചത് വളരെ തെറ്റായ ഒരു പൊളിറ്റിക്കൽ മെസ്സേജാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ വർഗീസ് ജോർജ്, താങ്കൾ പറഞ്ഞതിന്റെ കാതൽ ഞാനൊന്ന് എടുത്തോട്ടെ. അതായത് നന്ദകുമാറുമായി ഇനി ബന്ധമുണ്ടാകരുത് എന്ന സന്ദേശം നൽകി സി പി ഐ എം. അത് ശരിയായ വിധത്തിലുള്ള സന്ദേശം തന്നെയാണ്. പക്ഷേ ഇത്തരം ദല്ലാളുമാരുമായുള്ള ഇടനിലയോടെ വരുന്ന രാഷ്ട്രീയക്കാരെ എൻ്റർടൈൻ ചെയ്യരുത് എന്ന് പറയാൻ കൂടി സി പി എം തയ്യാറാകണമായിരുന്നു. രണ്ട് കാര്യങ്ങൾ അതിൽ ആസ്പെക്ട്സ് ഉണ്ട്. ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യം ഒഴിവാക്കണമായിരുന്നു. ഒരുപക്ഷെ മനുഷ്യ സഹജമായ സാഹചര്യത്തിൽ അത് ഇ പി ജയരാജന് സാധിച്ചില്ലെന്ന് വരാം, അത് ഒഴിവാക്കണമായിരുന്നു എന്നും പറയായിരുന്നു. അതല്ല, അങ്ങനെ മനുഷ്യ സഹജമായി ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാരണവശാലും ഭാവിയിൽ ഇത്തരം ഉള്ള ഇൻ്ററാക്ഷൻസ് പാടില്ല എന്ന് അതിശക്തമായിട്ട് പറയണം. അതുകൊണ്ടാണ് സഖാവ് നികേഷിനോട് എനിക്ക് പറയാനുള്ളത്, അത് പറയാനുള്ളൊരു മോറൽ കറേജും കൺവിക്ഷനും ഞങ്ങൾക്കുണ്ട്. നികേഷ്, ഞാൻ ദേവഗൗഡാജിയുടെ സെക്രട്ടറി ആയിരുന്നല്ലോ. ദേവഗൗഡാജി ബി ജെ പി മുന്നണിയിലേക്ക് പോയ അന്ന് ഉച്ചയ്ക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. ഞാൻ നിതീഷ് കുമാറിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ. ആ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ രാജിവെച്ചു. നമുക്ക് ഇന്ത്യൻ പോളിറ്റിക്സിൽ ഇപ്പോൾ അവിടെ സന്ദീപുണ്ട്, മിസ്റ്റർ സന്തോഷ്, അവർക്കെല്ലാവർക്കും ഒരു വലിയ ജീവൻ മരണ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പി, മറ്റു പാർട്ടികൾ, അവർക്ക് നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ സ്വാധീനമുള്ളത്. ഈസ്റ്റ് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും അവർക്ക് സ്വാധീനം കുറവാണ്. ആ രണ്ട് പ്രദേശങ്ങളിൽ നിന്ന് പരമാവധി ലീഡേഴ്സ്, സാധാരണ കേഡേഴ്സിനെയല്ല, ലീഡേഴ്സിനെ അവർ കൊണ്ടുവരാൻ അവർ പരിശ്രമിച്ചു. ധാരാളം മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ അവർക്ക് കിട്ടി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു കാരണവശാലും
ഇങ്ങനെയുള്ളൊരു ഇൻ്ററാക്ഷന് പാരസ്പര്യത്തിന് CPM-ൻ്റെയോ LDF-ൻ്റെയോ ഘടകകക്ഷികൾ പോകാൻ പാടില്ല എന്നുള്ള ഒരു അന്ത്യശാസനം ഇന്ന് കൊടുക്കണമായിരുന്നു. ഇവിടെ വീഴ്ച പറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ താങ്കളുടെ ഭാഷയിൽ ശ്രീ EP ജയരാജന് വീഴ്ച പറ്റിയിട്ടുണ്ട്. വീഴ്ച പറ്റിയിരിക്കുന്നത് CPM-ൻ്റെ ഒരു നേതാവിന് മാത്രമല്ല, LDF-ൻ്റെ കൺവീനർക്കു കൂടിയാണ്. അപ്പോൾ ഒരു LDF ഘടകകക്ഷി എന്നുള്ള നിലയിൽ RJD ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നുണ്ടോ? EP ജയരാജനെ കൺവീനർ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാമോ? അല്ല, അത് വിഷയമല്ല. കാരണം അത് CPM ആണ്, ഞങ്ങളുടെ പാർട്ടിയായിരുന്നു ഈ രാജ്യത്ത് LDF-ൻ്റെ കൺവീനർമാർ, വിശ്വംഭരനും വീരേന്ദ്രകുമാറും ഒക്കെ. പിന്നീട് അത് CPM ഏറ്റെടുത്തു. CPM ഏറ്റെടുത്തപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് CPM ആണ് കൺവീനർമാർ. അതുകൊണ്ട് അവരെ കൺവീനറെ നിയമിക്കണോ ആര് തുടരണോ എന്നുള്ള ആ പാർട്ടിയുടെ തീരുമാനമാണ്. ഈ EP ജയരാജനെ അങ്ങനെ ശിക്ഷിച്ച് പുറത്താക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഒരിക്കൽ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും എക്സ്പ്ലോസീവായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ സംബന്ധിച്ച് CPM അസേർട്ട് ചെയ്ത് പറയണമായിരുന്നു. ഇനി യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഇന്ന് അവർ അസേർട്ട് ചെയ്തത് എന്താണ്? മിസ്റ്റർ നന്ദകുമാറുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റേത് സാരമില്ല, ആ രീതിയിൽ വന്നപ്പോൾ അത് തെറ്റായ ഒരു മെസ്സേജാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പം മൂന്നാമത്തെ ചോദ്യം ബിനോയ് വിശ്വത്തിൻ്റെ. ബിനോയ് വിശ്വം പറഞ്ഞ എന്താണ്? ഇത് CPM-ൻ്റെ തീരുമാനമാണ്, അത് അവരുടെ തീരുമാനം, ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടേതായ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഘടകകക്ഷികളെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം അവർ രൂപീകരിക്കും. ഏതായാലും കഴിഞ്ഞ ഇലക്ഷന് മുമ്പാണ് ഏറ്റവും ഒടുവിൽ LDF സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയത്. LDF-ൻ്റെ ജൂൺ 4-ന് ശേഷമായിരിക്കും, ഇലക്ഷന് ശേഷമായിരിക്കും ഇനി LDF സ്റ്റേറ്റ് കമ്മിറ്റി കൂടാൻ പോകുന്നത്. ആ സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉത്കണ്ഠകൾ ഞങ്ങൾ പറയുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഡോക്ടർ വർഗീസ് ജോർജ്, ശരിയാണ്, ഇപ്പോൾ നിങ്ങൾ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ നീക്കണമെന്ന് പറഞ്ഞാൽ അത് മുന്നണിയിലൊരു അസ്വസ്ഥത ഉണ്ടാക്കും. അങ്ങനെ ഒരു നിലപാട് ഒരുപക്ഷെ താങ്കൾ പ്രായോഗിക രാഷ്ട്രീയത്തിൽ എടുക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ അനുമാനിക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കൾ പറഞ്ഞത്, ഒന്ന്, ഇതൊരു തുടർച്ചയാണ് എന്നുള്ളതാണ്. ആദ്യം BJP-യുടേത് മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് പറയുക, BJP-യുമായിട്ടാണ് നേരിട്ടുള്ള മത്സരം എന്ന് പറയുക, അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പോളിംഗ് ദിനത്തിൽ താൻ ഒരു BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം പറയുക. ഇതിനൊരു തുടർച്ചയുണ്ടല്ലോ. സാധാരണഗതിയിൽ നമ്മൾ ഈ നാക്കുപിഴയൊക്കെയാണ് സാധാരണഗതിയിൽ ക്ഷമിച്ചു കൊടുക്കുക. ഈ തുടർച്ച ഉണ്ടാവുമ്പോൾ അത് നാക്കുപിഴയാണോ? അതെ, പോളിംഗ് ദിനത്തിൽ നടത്തിയ ഈ എക്സ്പോഷർ അത് നിശ്ചയമായിട്ട് ഒഴിവാക്കണമായിരുന്നു. അത് സൃഷ്ടിച്ച ആശയക്കുഴപ്പം ചെറുതല്ല ദികേഷ്. പോളിംഗ് ബൂത്തിലേക്ക് പോയ വോട്ടർമാർ അതൊന്നും കണ്ടിട്ടില്ല, അതൊന്നും വോട്ടിനെ ബാധിച്ചിട്ടുമില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കിയ പ്രത്യാഘാതം, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതുണ്ടാക്കിയ ആഘാതം ചെറുതാണോ? BJP-യുമായി ഇവിടെ നേരത്തെ എല്ലാവരും പറയുന്നത് പോലെ കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് എല്ലാം BJP-യിലേക്ക് പോകുന്നു എന്നുള്ള വലിയ ക്യാമ്പയിനായിരുന്നല്ലോ ഈ ഇലക്ഷനിൽ 40 ദിവസവും. ആ ദിവസം LDF-ൻ്റെ കൺവീനർ ഞാൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു, സംസാരിച്ചെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊരു ഡാമേജ് ഉണ്ടാവാനുണ്ടോ? അതേ ഒരു ശുദ്ധനായ മനുഷ്യനാണ്, ഈ പറഞ്ഞ പോലെ ഒരു നിഷ്കളങ്കനാണ്, അല്ല, ഹീസ് എ ഫൈൻ ഹ്യൂമൻ പേഴ്സൺ. പക്ഷേ പൊളിറ്റിക്സിൽ നമ്മൾ നോക്കുമ്പം അതുണ്ടാക്കിയ ഡാമേജ് ചെറുതല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ദിവസത്തെ ആ പ്രസ്താവന ഒഴിവാക്കണമായിരുന്നു. അല്ല, എന്റെ ചോദ്യം തെരഞ്ഞെടുപ്പ് ദിവസത്തെ ആ പ്രസ്താവന ഒഴിവാക്കണമെന്നുള്ളതല്ല. അതിനു മുമ്പ് താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ച സംഭവങ്ങൾ, അതായത് BJP-ക്ക് മികച്ച സ്ഥാനാർത്ഥികൾ, BJP-യും BJP-യും LDF-ഉം തമ്മിലാണ് മത്സരം എന്നത്, ഒടുവിൽ പ്രകാശ് ജാവ്ദേക്കറുടെ വിഷയവും തുറന്നു പറയുമ്പോൾ ഒരു തുടർച്ച അവിടെയുണ്ട്. അവിടെയാണ് ഈ നാക്കുപിഴയല്ല അത് എന്ന് തോന്നലുണ്ടാക്കുന്നത്. അപ്പോൾ അത് ബോധപൂർവമാണോ? അത് പറയാൻ പറ്റില്ല. കാരണം ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ BJP-യും LDF-ഉമാണ് കേരളത്തിൽ മത്സരം എന്ന് പറഞ്ഞപ്പോൾ CPM-ൻ്റെ ലീഡേഴ്സ് അതിൻ്റെ അപകടം മനസ്സിലാക്കുകയും സഖാവ് പിണറായി വിജയനും സഖാവ് ഗൗതം മാഷും അതങ്ങനെയല്ലെന്ന് തുടർന്നുള്ള ദിവസങ്ങളിൽ പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് പിന്നീട് ഞങ്ങൾ LDF സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പേഴ്സോ LDF ഘടകകക്ഷികളോ അക്കാര്യത്തെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യാൻ. കാരണം ഒരു തീരുമാനം അതല്ല, ഒരു പാർട്ടിയുടെ ലൈൻ അത് എന്നുള്ളതാണ്. ഇത് മനഃപൂർവ്വമാണെന്നുള്ള നികേഷ് സാറിൻ്റെ ചോദ്യത്തോട് അദ്ദേഹത്തെ പരിശോധിക്കും, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പശ്ചാത്തലമൊക്കെ പരിശോധിക്കും, മനഃപൂർവ്വമാണെന്നില്ല. പക്ഷേ അതുണ്ടാക്കിയ ഡാമേജ്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതുണ്ടാക്കിയ ഡാമേജ് ചെറുതൊന്നുമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, അതാണ് താങ്കളുടെ അക്കാര്യത്തിലുള്ള പ്രാഥമികമായ വിലയിരുത്തൽ. ശ്രീ സജീവൻ,
MV നികേഷ് കുമാർ.